സുനാമി വന്നി ഓടിക്കോ. സുനാമി? അയ്യോ, ഇത് സുനാമി അല്ലടാ, അഗ്നിപർവ്വത. അറിക്കോ. എന്താ ഇവിടെ തന്നെ നിന്നത്? വാ, അകത്തേക്ക് വാ. ഞാനിവിടുത്തെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. എന്റെ മകൾ രാജലക്ഷ്മിയുടെ വിവാഹം നിശ്ചയിച്ചു. വരൻ ASP മധുരാമചന്ദ്ര മേനൻ, IPS. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധം. വിവാഹം ഈ മാസം 18-ാം തീയതി രാജാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച്. ഇൻവിറ്റേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ അന്തസ്സും പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന വിവാഹം കാണുവാൻ തീർച്ചയായും നിങ്ങൾ എത്തണം. എന്റെ മകൾക്ക് സംഭവിച്ച മാനഹാനി അവളുടെ കേസ് കൈകാര്യം ചെയ്യുന്ന IPS ഓഫീസർ വിവാഹം ചെയ്യുന്നതോടെ അങ്ങ് മാറും. മകളുടെ കാര്യത്തിൽ അച്ഛനേക്കാൾ ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ടെന്ന് മനസ്സിലായോ? വരുമ്പോ ഇൻവിറ്റേഷൻ കാർഡ് മറക്കണ്ട, എങ്കിലേ സെക്യൂരിറ്റീസ് കടത്തിവിടും. കാത്തു തുടിച്ചൊരു കസ്തൂരി മാമ്പഴ കാക്ക കൊത്തി പോയി. പോയിട്ടുമില്ല, പോവുകയില്ല. അങ്കിൾ, ഈശ്വരൻ അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാവും. തനിക്ക് സംഭവിച്ചത് എന്റെ മോനുണ്ടാവില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഹേയ്, അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ നട്ടല് അങ്കിളിനേക്കാൾ ഡബിൾ സ്ട്രോങ് അല്ലേ. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ അച്ഛന്റെ മോനല്ലേ, കെട്ടുകഴിഞ്ഞാ പിന്നെ പെണ്ണി തറവാട്ടിലല്ലേ. എന്റെ മകൾ കൊല്ലാവണ്ണ ഒരുത്തന്റെ കൂടെ കൊല്ലാവണ്ണ ഒരു തറവാട്ടിൽ ജീവിക്കട്ടോ. എതിർ പറയരുത്. മല്ലികേ, മല്ലികേ, ഇങ്ങോട്ട് വന്നേ. അയാള് വന്നിട്ടുണ്ട്. ആര്? ആ ബാലസുബ്രഹ്മണ്യം. ഞാനാ ക്ഷണിച്ചത്. ഈ മാമാങ്കം അയാള് കാണട്ടെ. കൊറേ ടാക്സിക്കാറുകൾ ചെറുക്കന് കൂട്ടരി എത്തി. ഹേയ്, വല്ല ലോക്കൽസ് ആയിരിക്കും. അവരൊക്കെ ബെൻസിലേ വരൂ. അയ്യോ, ചെറുക്കന് കൂട്ടര് തന്നെ. എന്താ ഇത്? ബെൻസിലല്ലേ വരാൻ പറഞ്ഞത്? ബെൻസ് ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരെ ഒറ്റപ്പാലത്ത് കിട്ടണ്ടേ? അതവിടെ കിടന്ന് തുരുമ്പെടുക്കണേക്കാൾ ഇവിടെ കൊണ്ടിടുന്ന നല്ലത്. അതെ. ഇനി ആരാ കന്യാദാനം ചെയ്യുന്നത്? ഞാൻ. പോരാ, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം തന്നെ കർമ്മം നിർവഹിക്കണം. പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കൂ.
വരൂ. ഉം. ദാ. പറ്റില്ല. ഒരു മിനിറ്റ്, ഒരൊപ്പിട്ടെ. ഇതെന്തിനാ? ഇത് മാരേജ് രജിസ്ട്രേഷൻ. കോടതിയിലെ തെളിവ് സ്ട്രോങ് ആണത്രേ. ഇട്. ആ കുട്ടി എങ്ങനെയുണ്ട് ഞാൻ കണ്ടെത്തിയ പയ്യൻ? മിടുക്കനല്ലേ? പിന്നെ മിടുക്കനല്ലേ? നീ കാണുന്നതിന് മുൻപ് ഞാൻ കണ്ടെത്തിയ പയ്യനാ ഇവൻ. എന്റെ ബാല്യകാല സുഹൃത്ത് ഈ രാജഗോപാലൻ തമ്പിയുടെ ഇളയ മകൻ. ഇവന്റെ മകളാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മിസ്റ്റർ മരുമകൻ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്താ മദർ ലോ ഇങ്ങനെ? ഇതെന്റെ ഫാദർ ലോ അല്ലേ? മമ്മി, ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അങ്കിൾ ആഗ്രഹിച്ചൊരു മരുമകനെയും മമ്മി ആഗ്രഹിച്ചൊരു മരുമകനെയും കിട്ടിയ സ്ഥിതിക്ക് എല്ലാം ഓക്കെ. ഇനി നിങ്ങളൂടെ ഒരുമിച്ച ക്ലൈമാക്സ് ആയി. ഇയാൾ കണ്ടെത്തിയ വരനെ എനിക്ക് വേണ്ട. അതിന് ഞാൻ മമ്മി അല്ലല്ലോ കെട്ടിയത്, മോളെയല്ലേ. ഉത്തരം പറയേണ്ടത് എന്റെ ഭാര്യയാണ്. ഇവൾ ഞാൻ പറയുന്നത് അനുസരിക്കൂ. കുട്ടിക്കാലം മുതൽ എന്റെ മമ്മി അച്ഛനെ കുറിച്ച് പറഞ്ഞു തന്ന ഓരോ കഥകൾ കേട്ട് വളർന്ന എനിക്ക് നിങ്ങളെ കാണുന്ന തന്നെ വെറുപ്പാ. നിങ്ങൾ തമ്മിലുള്ള നാടകമാണ് ഈ കല്യാണത്തിൽ എത്തിച്ചതെങ്കിൽ എനിക്ക് വേണ്ട ഈ കല്യാണം. ലക്ഷ്മി, തൊട്ടുപോവരുത് തന്നെ. അമ്മ വളർത്തിയ കുട്ടി അമ്മ പറയുന്നതേ അനുസരിക്കൂ. മോളെ, എന്താ ഇത്? താലികെട്ട് കഴിഞ്ഞ ഉടനെ ബന്ധം പിരികയോ? വേണ്ട മോളെ, മാറി നിൽക്ക്. മാറി നിൽക്കാൻ. മോളെ, അവൾ അറിവില്ലാത്ത കുട്ടിയെ നീ ഒന്ന് പോയി പറഞ്ഞു മനസ്സിലാക്ക. ചെല്ലു മോളെ. ലക്ഷ്മി, ലക്ഷ്മി, മാറടി. ഭർത്താവിന് പുല്ല് വില കൽപ്പിക്കുന്ന ഇവർക്കൊന്നും ഭർത്താവിന്റെ വില അറിയില്ല. വില പഠിപ്പിക്കാൻ നീ ആരടി? You are dismissed. പെങ്ങൾക്ക് ഒരാലോചന. ബാങ്കിന്റെ കടവും കല്യാണവും. ടൗണിലുള്ള ആ സ്ഥലം പെട്ടെന്ന് വിൽക്കണമെന്നാ അച്ഛൻ പറയുന്നേ. ഇതാണ് ഞങ്ങളുടെ തറവാട് വക സ്ഥലം. മുത്തശ്ശൻ ഉറങ്ങുന്ന ഭൂമിയാണ്. എനിക്കും ആ ഭൂമിയിൽ തന്നെ ഉറങ്ങണമെന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. പാവം, ആവശ്യങ്ങൾക്ക് മുമ്പില് ആഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തി? ഭൂമി പുറത്തു പോവുകയും ചെയ്യരുത്, കാശ് കിട്ടുകയും വേണം. അതല്ലേ വിഷയം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടോ, ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം നേടണം. അതാണ് മിടുക്ക്. ലേലസംഖ്യ ഉറപ്പിച്ചാൽ ലേലത്തുക മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു. ലേലം തുടങ്ങുകയാണ്. 1 കോടി രൂപ. 1,10,00,000. 1.5 കോടി. 1.5 കോടി. 2 കോടി. 3 കോടി. ഇവരെന്തിനിവിടെ വന്നു? ലേലം കൂടാൻ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എന്റെ മേഡം അറിയാതൊരു ലേലോ? മോനെ ചക്രവർത്തി, നിനക്ക് ഈ സ്ഥലം കിട്ടില്ല. നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് എന്റെ മല്ലിക മേട ഈ ലേലം ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാ. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ മാഡം. വേണ്ട, ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട. ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ. 3 കോടി ഒരു തരം, 3 കോടി 2 തരം. 3,10,00,000. 4 കോടി. അല്ല, 5 കോടി. കോടികൾ ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ല്. വിളിക്കും മേഡം. 5 കോടി ഒരു തരം, 5 കോടി 2 തരം, 5 കോടി 3 തരം. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത്. അതെ, വേഗം വസ്തു വെക്കണ പാർട്ടിനെ വിളിക്കണം. പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം. എനിക്കും മാഡത്തിനും ധൃതിയുണ്ട്. ഓക്കെ?
എണ്ണി നോക്കിയ ശേഷം രജിസ്ട്രേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ പണമല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാ. ഞങ്ങൾ തലകുത്തിന്ന് ശ്രമിച്ചിട്ടും 2 കോടിക്ക് മേൽമറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ 5 കോടി രൂപയ്ക്ക് മറിഞ്ഞത്. അല്ല, മാഡത്തിന്റെ വക്കീലെന്തേ? കാള പറ്റുമെന്ന് കേൾക്കുമ്പോ കുഞ്ഞുടുപ്പും ബേബി സോപ്പും മേടിക്കാൻ ഓടുന്ന വക്കീല് നല്ല പണിയാ കൊടുത്ത അല്ല അങ്ങളെ? മിസ്റ്റർ മരുമകൻ, മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എന്റെ മകളുടെ പേരിൽ രജിസ്റ്ററായ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നീ തന്നെയാ. ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ്. രാജാസ് ഗ്രൂപ്പിന് വിറ്റ ചരിത്രമില്ല, വാങ്ങിയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു വിൽക്കുമുന്ന പേടി വേണ്ട. I am Raja Mallika. And I will show you. എന്താ ഇത്? അവിയല് ഇതാണ് അവിയൽ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തനിക്കറിയോ? എന്നെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തേക്ക് സാറേ. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. കൊള്ളാലോ അവിയില്, ശങ്കരനുണ്ട് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല. എങ്കിൽ നീ കളിച്ചോ. വിളമ്പട്ടെ? വേണ്ട വേണ്ട, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞ വയറിളക്കാൻ എനിക്ക് വയ്യ. ആവേശം എന്റെ കുട്ടിയെ തള്ളി പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കും വേണ്ട, എനിക്ക് വേണം. അങ്കിളിന് എന്താ പറ്റി? ഇന്ന് സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഇതായിരിക്കണ പട്ടുസാരം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയതാ. അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ പട്ടി ചന്തക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ. എന്നിട്ടേ ദവിടെ ഇരുന്ന് ഒരു മോങ്ങലായിരുന്നു. ഈ ഡോബർമാൻ മോങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഓംബുഡ്സ്മാൻ മോങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. അങ്കിൾ, ഗിഫ്റ്റ് മോള് വാങ്ങിച്ചില്ലല്ലേ? അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്കിൾ, ഈ സാരി ഉടുത്ത് അവള് വരും അങ്ങേ കാണാൻ. ഞാൻ കൊണ്ടുവരും. അഴിക്കല്ലേ, ഒരെന്നറിഞ്ഞ എല്ലാം സഹിച്ചു കഴിഞ്ഞ ഒരു ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. താനെന്താ എന്റെ ബെഡ്റൂമിൽ? ഒന്ന് റേപ്പ് ചെയ്യാൻ വന്നതാ. ഒന്ന് വിഷ് ചെയ്യാൻ വന്നാണ് അമ്മ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇഷ്ടമല്ലാത്തവരുടെ ആശംസകൾ ഞാൻ സ്വീകരിക്കാറില്ല. എനിക്കിഷ്ടാണ്. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ടേ? വേണ്ട. വേണ്ട? ഓക്കേ. ഇത് നിന്റെ അച്ഛൻ നിനക്കായി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ ഇതൊന്ന് ഉടുത്ത് കാണണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം. ഞാൻ വാക്കു കൊടുത്തു നിന്നെ കൊണ്ട് ചെല്ലാന്ന്. എല്ലാ വർഷവും 10,000-15,000 മുടക്കി അങ്ങേര് വരും. മോളുടെ ബർത്ത്ഡേ പ്രസന്റ് ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ലോ ക്ലാസ് ഐറ്റംസുമായിട്ട്. പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതാ എന്റെ മമ്മി. മമ്മിക്കില്ലാത്ത ബന്ധം എനിക്കെന്തിനാ? അല്ല, അങ്ങേർക്ക് എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? ജനിപ്പിച്ച തന്തയായതുകൊണ്ട്. ഈ കാണുന്ന സർവസ്വത്വം കെട്ടിപ്പിടിച്ച് മാനത്തേക്ക് നോക്കി മലർന്നു കിടന്നാലൊന്നും നീ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊരാണ് വേണം. അതിന് സഹകരിച്ച ആളാണ് ആ പാലക്കാടൻ പട്ടർ നിന്റെ തന്ത ബാലസുബ്രഹ്മണ്യം. എടി, അമ്മയെ പോലെ അധികാരവും അവകാശവും അച്ഛനുണ്ട്. ഒരച്ഛന്റെ വാത്സല്യവും ശിക്ഷണവും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ നന്നാവുമായിരുന്നു. ഗെറ്റ് ഔട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അത് ഈ സാരി ഉടുക്ക്. ഇല്ല, പറഞ്ഞത് അനുസരിക്കും മോളെ. ഇല്ല, ഇല്ല, ഇല്ല. ഉടുക്കടേ സാരി. ഇറങ്ങാൻ ഇറങ്ങാൻ. അങ്കിളിന്റെ മോള് അങ്കിൾ സമ്മാനിച്ച സാരി ഉടുത്ത്. ഞാൻ നിങ്ങളുടെ പുന്നാരം കേൾക്കാൻ വന്നോന്നല്ല. വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്ത് വന്ന ഈ ഗുണ്ടയുടെ ഭീഷണിക്ക് മുന്നില് ഒന്ന് പതറിപ്പോയതാ. എടോ, ഇത് വലിയ ഹീറോസ് ഒന്നല്ല. നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിങ്ങൾ 2 പേരും അഴിയെണ്ണും. എന്റെ മമ്മിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ശരിയാ,
നിന്റെ മമ്മിയെ ഞങ്ങൾക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ നിന്റെ മമ്മിയെക്കുറിച്ച് നിനക്കെന്തറിയാം? സ്വന്തം ഭർത്താവിനെ പടിയടിച്ച് പിണ്ടം വെച്ച് സ്വന്തം മകളെ അച്ഛനിൽ നിന്നും അകറ്റി. ഇത്രയൊക്കെ ചെയ്ത് നിന്റെ അമ്മയ്ക്ക് എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത്? നിന്റെ അച്ഛൻ ഇത്ര മാത്രം വെറുക്കാനായി എന്ത് തെറ്റാ മോളെ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്? മോളെ, നീ ചോദിക്കണം നിന്റെ മമ്മിയോട്, അമ്മമ്മയോട്, ഞാൻ എന്തു തെറ്റാ ചെയ്തതെന്ന്. എന്തിനാണ് എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതെന്ന്. അതിന് കൃത്യമായ മറുപടി കിട്ടുകയാണെങ്കിൽ, നിനക്കത് ശരിയെന്ന് തോന്നണമെങ്കിൽ ഈ അച്ഛനെ നീ ഒരിക്കലും കാണണ്ട, മിണ്ടണ്ട. മറ്റുള്ളവർ പറയുന്ന കേട്ട് ഇനിയും ശിക്ഷിക്കരുത് ആ പാവ മനുഷ്യനെ. ഈശ്വരൻ പൊറുക്കില്ല. നിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും നിന്റെ സൗന്ദര്യവും കണ്ടിട്ടാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊരു തോന്നൽ നിനക്കുണ്ട്. സ്വത്തും പണമൊന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ തേടിപ്പിടിച്ച് എൻ്റേതാക്കുമായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത പഴയൊരിഷ്ടമുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ പഴയ അച്ചുവേട്ടന് നിന്നോട് തോന്നിയ കളങ്കമില്ലാത്ത സ്നേഹമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനിയിപ്പോ അമ്മയും അമ്മമ്മയും നിനക്കായി ഒരുക്കിയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി ഞാൻ കാരണം മിസ് ചെയ്യണ്ട. വാ മോളെ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്നെ പൊട്ടിച്ചെറിയാവുന്ന ഈ താലി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കാത്തു സൂക്ഷിക്കാൻ മനസ്സുള്ള നിനക്ക് എന്നെ വെറുക്കാനാവില്ല. Happy birthday to you. Happy birthday to you. Happy birthday for you. മതി. നീ നിനക്ക് വേണ്ടി എഴുതുന്ന ഒരു നാടകമാണ് ലൈഫ് എന്നല്ലേ എപ്പോഴും പറയാറ്. ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞട പൊട്ട. കഴിഞ്ഞോ? അപ്പോ ശുഭപര്യ വ്യവസായി നിന്ന് ചിരിക്കുമ്പോ അവസാനിപ്പിക്കുന്ന പരിപാടിയില്ലേ? നീ പറയുന്ന ടൈലന്റ് അതിപ്പോ പല ക്യാരക്ടേഴ്സും പല വഴിക്ക് കിടക്കല്ലേ, ഒന്നിക്കണ്ടേ? ഒരു കഥാപാത്രം എത്തി. ആ നിൽക്കുന്ന അഹങ്കാരിയെ രാജമല്ലികയല്ല. ആ മാറ്റം കണ്ടിട്ട് അങ്കൾ ആഗ്രഹിച്ച പോലെ ഉത്തമയായ ഭാര്യയാണെന്ന് തോന്നുന്നു. ചെന്ന് വിളിച്ചോണ്ടു വാ. ചെല്ലേ. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പുറത്തു പറയാൻ ഒരു പദവി എന്നുമുണ്ട് നിന്റെ കൂടെ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ എന്ന പദവി. ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന അസുലഭ മുഹൂർത്തം. അനാഥയായ അമ്മക്ക് സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ നാടകീയമായ മറ്റൊരു മുഹൂർത്തം. അടുത്ത കഥാപാത്രം ലാൻഡ് ചെയ്തല്ല. ഹായ് ഗ്രാൻഡ്മാ, എന്താ പുറത്തിറങ്ങാത്തെ? വാ വാ വാ. എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നില്ലേ? ആര് പറഞ്ഞു ഒറ്റയ്ക്കാക്കിയെന്ന്? എനിക്ക് അവരെ പിരിയാൻ വയ്യ. ഹായ്, പിരിഞ്ഞു എന്ന് ആരാ പറഞ്ഞേ? ഇങ്ങ് വന്നേ.
എല്ലാം ഗ്രാൻഡ്മയുടെ കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രായം കൂടി വരുമ്പോ ചിലർക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാവും. ആണോ? ആ. എന്നാ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം. എല്ലാവരും വരും. അതുവരെ കുറച്ചു കാലം ഗ്രാൻഡ്മ ഞങ്ങളുടെ കൂടെ കൊച്ചു വീട്ടിൽ താമസിക്കണം. അതെ, സ്നേഹം, കെയറിങ് രണ്ടും കൂടി ചാലിച്ച് മർമ്മത്ത് ഒരൊറ്റ അടി കൊടുത്ത ഏത് പെണ്ണിനും വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതാണ് ഇവിടുത്തെ പല ആണുങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. അതെ സാറേ, നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഈ മരുമകൻ, മിസ്റ്റർ മരുമകൻ.